ഒരു വലിയ ഇൻ്റർവെല്ലിന് ശേഷമാണ് രാജ്യത്ത് ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നത്. ഇതിൻ്റെ പിന്നിൽ ജെയ്ഷെ ആണ് എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആരും പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതായി കാണുന്നില്ല. ഒരു ആക്രമണം ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ രീതിശാസ്ത്രം പരിശോധിച്ചാൽ മനസ്സിലാകും സ്വാഭാവിക അപകടം ആണോ അതോ കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമാണോ. ഇപ്പോൾ വെളിയിൽ വരുന്ന സൂചനകളനുസരിച്ച് ഇതൊരു ഭീകരാക്രമണമായിരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണാം. അങ്ങനെയെങ്കിൽ മിസ്സിംഗ് ലിങ്കുകൾ ചിലതെല്ലാം ചേർത്ത് വായിച്ചാൽ മാത്രമേ സമഗ്രമായ ഒരു ചിത്രം ലഭിക്കൂ. ആ സമഗ്ര ചിത്രം ലഭിക്കുന്നതിന് മുൻപ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ആരായിരിക്കാം ഇതിന് പിന്നിൽ എന്ന് പറയാനാവില്ല. എങ്ങനെയാണ് ഇതിൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സേനാ വിഭാഗങ്ങൾക്ക് കമാൻഡ് നൽകുമോ? ഓപ്പറേഷൻ സിന്ദൂർ എന്നത് പാകിസ്ഥാനിലേക്കാണ് വിരൽ ചൂണ്ടപ്പെടുന്നത് എങ്കിൽ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പേര് ജയ്ഷ് ഇ മുഹമ്മദ് എന്ന പേരാണ്. അതായത് നമുക്കറിയാമല്ലോ, ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് മുറിഡ്ഖയിലെയും ബഹാവൽപൂരിലെയും എല്ലാം ജയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും കേന്ദ്രങ്ങൾ ആക്രമിച്ചു, അപരിഹാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ വീണ്ടും ഇതേ ശക്തികൾ തന്നെ ഇന്ത്യ വിരുദ്ധതയുമായി തലപൊക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ തുടരും. നിർത്തിവെച്ചതേ ഉള്ളൂ, അത് അബാൻഡൻ ചെയ്തിട്ടില്ല, അവസാനിപ്പിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് ഒരു ഓപ്പറേഷൻ. അതുകൊണ്ട് എപ്പോഴെല്ലാം ഇന്ത്യയുടെ രീതിശാസ്ത്രം മാറി, ഇതിൻ്റെ ഒരു ഇന്ത്യയുടെ പ്രതികരണത്തിൻ്റെ രീതിയും തോതും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സമഗ്രമായ മാറ്റം വരുത്തിയതായി കാണാം. അത് ബോധപൂർവമായി വന്ന ഒരു മാറ്റമാണ്. കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിൽ സംഭവിച്ച ഒരു ചേഞ്ചാണ്. മുൻപ് 2008 മുംബൈ ഭീകരാക്രമണം നടന്നു. അതിന് മുൻപ് 2001 പാർലമെൻറ്റ് ആക്രമണം. എല്ലാം തന്നെ ഇതിനെല്ലാം ഉടനടി മറുപടി നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ പിന്നീട് നടന്ന ആക്രമണങ്ങൾ, പുൽവാമ ആക്രമണം നടന്നതിന് ഉടനടി തന്നെ ബാലാക്കോട്ട് പ്രത്യാക്രമണം നടത്തിക്കൊണ്ട് ഇന്ത്യ അതിൻ്റെ ഒരു റെഡിനെസ്, പ്രിപ്പയർഡ്നെസ് ആൻഡ് റെസ്പോൺസ് കാട്ടി. അതിനുശേഷം പിന്നീട് ഒരു നയമായി തന്നെ വരികയാണ് ഈ ഭീകരതയെ ഒരു രീതിയിലും സീറോ ടോളറൻസ് ടു ടെറർ. അതായത് പാകിസ്ഥാനിൽ നിന്നും കടന്നു വരുന്ന ഏത് നുഴഞ്ഞുകയറ്റവും ഭീകരതയും ഭീകരാക്രമണവും എല്ലാം തന്നെ അതേ നാണയത്തിൽ മറുപടി നൽകുമെന്നും അതിന് ടോളറൻസ് പ്രതീക്ഷിക്കേണ്ട എന്നും ഉള്ളതാണ്. അപ്പം ഇന്ത്യൻ സെക്യൂരിറ്റിക്കെതിരെയുള്ള പാകിസ്ഥാൻ എന്ന സ്റ്റേറ്റിൻ്റെ ആക്രമണമായി കണ്ടുകൊണ്ട് പ്രതികരിക്കും എന്നാണ് മുൻപ് പറഞ്ഞിരുന്നത്. ഇത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സാണ്. ഇപ്പം ജയ്ഷെ മുഹമ്മദ് എന്ന് പറയുമ്പോൾ രാഷ്ട്ര ഇതര ആക്ടേഴ്സാണ്. അതെ. അപ്പം രാഷ്ട്ര ഇതര ആക്ടേഴ്സ് എന്തെങ്കിലും ചെയ്യുന്നതിന് എങ്ങനെ പാകിസ്ഥാൻ സ്റ്റേറ്റ് റെസ്പോൺസിബിൾ ആവും? അതിന് നടപ്പില്ല. ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ ചത്തത് കിജകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്ന ലാഘവത്തിലല്ല, അതുക്കും മേലെയുള്ള കാര്യത്തിൽ കൃത്യമായി ജയ്ഷെ മുഹമ്മദും ഹർക്കത്തുൽ മുജാഹിദീനും ഹിസ്ബുൾ മുജാഹിദീനും അതുപോലെ ലഷ്കർ ഇ തൊയ്ബയും എല്ലാം തന്നെ പാകിസ്ഥാനുള്ളിൽ നട്ട് നനച്ച് വളർത്തപ്പെടുന്ന ഭീകര സംഘങ്ങൾ അതിർത്തി കടത്തി വിടുകയും അവർ അനുകൂല അന്തരീക്ഷം വരുമ്പോൾ ഇന്ത്യയിലെ സോഫ്റ്റ് ടാർഗറ്റ്സ് നോക്കൂ. പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നു. ആരെയാണ്? സൈനികരെ അല്ല ടാർഗറ്റ് ചെയ്തത്. ശരിയാണ്. പുൽവാമയിൽ സൈനികരെയാണ് ടാർഗറ്റ് ചെയ്തത്. സൈനിക കോളമാണ്. അതൊരു സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായി എന്ന് പറയുന്നതിൽ ഭാഗികമായി ശരിയുണ്ട് താനും. പക്ഷേ പുൽവാമയിലെ ആക്രമണം അങ്ങനെയല്ല. അവിടെ വിനോദസഞ്ചാരികളായി ഒരു പുൽമേടിലെത്തിയ 26 പേരാണ് വധിക്കപ്പെട്ടത്. അതുപോലെ ഇപ്പോൾ നടന്ന ആക്രമണം അവിടെ ഈ നിസ്സഹായരായ ആളുകളാണ്. ഇപ്പോൾ 13 മരണങ്ങൾ ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടു. അതെല്ലാം തന്നെ ഈ റിക്ഷ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സോ കാർ ഡ്രൈവേഴ്സോ നടന്നു പോയവരോ ആ പ്രദേശത്തു കൂടി ഉണ്ടായിരുന്നവരോ ആണ്. അതുകൊണ്ട് സോഫ്റ്റ് ടാർഗറ്റ്സാണ്. നോക്കൂ, ചാന്ദിനി ചൗക്ക് മേഖല, ഓൾഡ് ഡൽഹി, ആ മേഖലയൊക്കെ വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളാണ്. അവിടെ ഏത് സമയത്തൊരു സ്ഫോടനം നടന്നാലും 100 പേര് ആ റേഞ്ചിനുള്ളിൽ ഉണ്ടാവുന്ന സ്ഥലമാണ്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നിസ്സഹായരായ ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചാവേർ ആക്രമണങ്ങൾ, ഇതിനൊക്കെ ഒരു ഡിഫൻസ് എന്ന് പറയുന്നില്ല. ചാവേർ, ഒരാൾ മരിക്കാൻ തയ്യാറായി ദേഹത്ത് സ്ഫോടക വസ്തുക്കൾ വെച്ച് കെട്ടി അല്ലെങ്കിൽ കാറ് നിറയെ സ്ഫോടക വസ്തുക്കൾ വെച്ച് അത് ഡിറ്റനേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വയം മരിക്കും, ചുറ്റുപാടുമുള്ളവരും മരിക്കും.